യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ശുശ്രൂഷ ദൈവരാജ്യത്തെക്കുറിച്ച്. അവർ അതിൻ്റെ കൂടെ ചേർത്ത പ്രാർത്ഥന അനുതാപത്തെക്കുറിച്ച്. പശ്ചാത്തപിച്ച് അനുതപിച്ച് ദൈവരാജ്യത്തിലേക്ക് വരിക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെടുവിൻ. യോഹന്നാൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ക്രിസ്തുവും പറയാൻ തുടങ്ങിയത്. മാനസാന്തരത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ മാനസാന്തരപ്പെടാത്തൊരു സമൂഹം ആ കാലഘട്ടത്തിലുണ്ട്. പരീശന്മാരെക്കുറിച്ചും സാധൂക്യരെക്കുറിച്ചും ഒക്കെ പറയുന്നത് യോഹന്നാൻ പ്രസംഗിച്ചിട്ടും മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ക്രിസ്തുവിനെ വളരെ പ്രതീക്ഷയോടെ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവൻ വന്ന് യോഹന്നാനെ വിടുവിക്കുമെന്ന് വിചാരിച്ച് ചില മനുഷ്യരൊക്കെ വരുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ ശുശ്രൂഷകൾ തീർന്നുവെന്നും താൻ പകരം ആ ശുശ്രൂഷ ഏറ്റെടുത്തുമെന്നുള്ളത് കൊണ്ട് യോഹന്നാൻ കാരാഗ്രഹത്തിലായപ്പോൾ ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുക. അതാണ് 30-ാമത്തെ വയസ്സിലെ കർത്താവിൻ്റെ ശുശ്രൂഷയെന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ യോഹന്നാൻ്റെ അടുക്കൽ നിന്ന് വന്ന ആളുകൾ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നീ വന്ന് യോഹന്നാനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കും. കർത്താവ് ചില ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു. ഈ കാര്യങ്ങളൊക്കെ നീ പോയി യോഹന്നാനെ അറിയിക്കാം. എന്നാൽ നിൻ്റെ ശുശ്രൂഷകൾ കഴിഞ്ഞു, ആ ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രവചന വാക്കുകളാണ് പിന്നീട് കാണുന്നത്. എന്നാൽ യോഹന്നാനെക്കുറിച്ച് യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞു. പരീശന്മാരും സാധൂക്യരും ഒക്കെ അവൻ്റെ പ്രസംഗം കേൾക്കാതെ പോയപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ള ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് ചന്തസ്ഥലത്ത് പറയുന്ന മനുഷ്യരോടാണ് അവനെ വിശ്വസിക്കാത്ത സമൂഹത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാൻ നടത്തിക്കൊണ്ടിരുന്ന സുവിശേഷത്തെയും യോഹന്നാൻ നടത്തിക്കൊണ്ടിരുന്ന ദൈവരാജ്യത്തെയും വിശ്വസിക്കാതിരുന്ന പരീശന്മാരെയും സാധൂക്യരെക്കുറിച്ചും യേശുക്രിസ്തു പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്നുള്ളതാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ആ വാക്കിൻ്റെ അർത്ഥം നമ്മളൊന്ന് ഗ്രഹിച്ചാൽ, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന സന്തോഷത്തെക്കുറിച്ച് യോഹന്നാനും യോഹന്നാനോടൊപ്പമുള്ളവരും പ്രസംഗിച്ചു. എന്നാൽ ആ ഒരു വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് ആനന്ദിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യോഹന്നാൻ രണ്ടാമത് പറഞ്ഞു, അവൻ നൃത്തം ചെയ്തില്ല എന്നും കുഴലൂതി നൃത്തം ചെയ്തില്ല എന്നും വിലാപം പാടിയെന്നും നിങ്ങൾ മാറത്തടിച്ചില്ല. അനുതാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും ആ പാപമോചനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അനുദപിക്കുവാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ മാറത്തടിച്ച് കരഞ്ഞില്ല എന്നുള്ള പ്രവചനമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ മനോഹാരിതയിലേക്ക്, ആ ദൈവരാജ്യത്തിലേക്ക് വരുവാൻ പരീശന്മാർക്കും സാധൂക്യരും അതുപോലുള്ള ഇടുങ്ങിയ മനുഷ്യർക്ക് സാധിച്ചില്ല എന്നും അവൻ പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അനുതാപത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ നൃത്തം ചെയ്തില്ല എന്നും എന്നാൽ അവൻ വിലാപം പാടി ദൈവരാജ്യത്തിലേക്ക് വരണമെങ്കിൽ പശ്ചാത്താപവും മനസാന്തരം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ രണ്ട് വാക്കുകളാണ്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നൃത്തം ചെയ്തില്ല എന്നും ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി എന്ന് പറഞ്ഞപ്പോൾ മാറത്തടിച്ചില്ല എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ചും അനുതാപത്തിനും പശ്ചാത്താപത്തിനിലേക്കും നിങ്ങളെ യോഹന്നാൻ ആഹ്വാനം ചെയ്തിട്ട് നിങ്ങളതിലേക്ക് വന്നില്ല എന്നുള്ള വലിയ അറിവാണ് അതിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവരാജ്യവും പശ്ചാത്താപവും അനുതാപവും ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സുവിശേഷം. നമ്മൾ എന്തിനാണ് ദേവാലയങ്ങൾ ഈ സമൂഹത്തിലെല്ലാം പോകുന്നത്? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ, അനുതാപവും പശ്ചാത്താപവും സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ ദൈവസന്നിധിയിലേക്ക് വളരുവാൻ. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.